ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നേരിട്ട് തന്നെ പങ്കെടുക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചനകൾ. അതിനുള്ള വല്ല സന്നാഹവും അമേരിക്ക ചെയ്തിട്ടുണ്ടോ? പങ്കെടുക്കും തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ പേഷ്യൻസ് തിന്നായി കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞ് വാചകമടിക്കപ്പുറത്ത് പ്രാക്ടിക്കലായിട്ട് ഇടപെടാൻ മാത്രമുള്ള ഒരു സേനാ വിന്യാസമോ മറ്റാസൂത്രണം, കുറച്ച് കപ്പലുകളൊക്കെ ചെങ്കടലിലും മെഡിറ്ററേനിയൻ സീയിലും ഒക്കെ കിടപ്പുണ്ട്, ചിലതൊക്കെ വരുന്നുണ്ട്. അത് ഒരു പിപ്പിടി കാട്ടി പേടിപ്പിക്കാനാണോ, ഒരു റിയൽ വാറിനിറങ്ങാനുള്ള സന്നാഹം അമേരിക്കയുടെ ഭാഗത്തുണ്ടോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിരുപാധികമായി കീഴടങ്ങണം എന്ന് അൺകണ്ടീഷണൽ കാരണവരോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ കാരണവർ ചെയ്യാൻ സാധ്യതയില്ല, ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ആ കാരണവർ പഠിച്ചിരിക്കുന്നത് ജിഹാദാ. അതെ, ഭൂമിയിലല്ല ജീവിതം ആരംഭിക്കുന്നത്. അതെ, അപ്പോ ഹൂറിപാദം പോകണം എന്നൊരാഗ്രഹം കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് അമേരിക്ക സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ഇരുന്നാലേ അടി ശരിയാവുള്ളൂ. ചിലത് യൂറോപ്പിലെ താവളങ്ങളിലും ഒക്കെ നിലകൊള്ളണം എന്നുള്ള മട്ടിലാണ് ടാങ്കർ, അതായത് ഇന്ധനം നിറച്ച വിമാനങ്ങളില്ലേ, റീഫ്യൂവലിംഗ് ഇങ്ങനെ സഹായം, അത് 32 യൂറോപ്പിൽ പല സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട്. വിമാനവാഹിനി USS നിമിസ് തിങ്കളാഴ്ച സൗത്ത് ചൈന സീ വിട്ടു മിഡിൽ ഈസ്റ്റ് ഈ ആഴ്ച അവസാനം എത്തും. അപ്പൊ എനിക്ക് തോന്നുന്നത് അടി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ വാരാന്തം ഒക്കെ ആകും, ഞായറാഴ്ചയൊക്കെ ആകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇറാനെ നേരിടാൻ ഇത്രമാത്രം സന്നാഹം വേണം? അത് വേണം. എന്താന്ന് വെച്ചാൽ വലിയ സേന, എത്രയോ ഒരു കാലത്ത് ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തിയായിരുന്നു. ആളുകൾ ധാരാളം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ കരയുദ്ധം നടക്കാൻ സാധ്യതയില്ല, വലിയ പ്രയാസമാണ്. കരയുദ്ധം നടക്കില്ല. അപ്പോൾ പിന്നെ ഈ വ്യോമാക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് പിന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ള താവളങ്ങളിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ചെയ്യാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ, പക്ഷേ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ ഫോർദോ തകർക്കണമല്ലോ. ഫോർദോ തകർക്കാനായിട്ട് അത്യാവശ്യം നല്ല പ്ലാനിങ് വേണം. ഇസ്രയേൽ പ്രത്യേകിച്ച് നന്നായിട്ട് ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് പ്ലാനാണ്. ഇതിനിടയ്ക്ക് പറഞ്ഞു കേട്ടു ഫോർദോ ഇനി ഒരു വ്യോമാക്രമണം അല്ലാതെ ഒരു കമാൻഡോ ആക്രമണം ഫോർദോയിൽ നടത്തിയാലോ എന്നൊരു ആലോചന ഉണ്ടെന്ന് ചില ഡിഫൻസ് സൈറ്റുകളിൽ കണ്ടു. ആ കമാൻഡോസിന്റെ കയ്യിലും ഈ C-130 അങ്ങനത്തെ പ്ലെയിനുകളൊക്കെ വേണ്ടേ, മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, വികിരണ ചോർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പോയി ഡിഫ്യൂസ് ചെയ്യുന്ന തരത്തിൽ ഒരു നേരിട്ടൊരു ആക്രമണം, അതിനുള്ള സാധ്യതയുണ്ടോ? ഞാൻ സാധ്യത വളരെ കുറവാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കരയുദ്ധത്തിലേക്ക് പോകും. അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെയാണ് വേണ്ടത്. അത് അല്ലെങ്കിൽ US മറീൻസ് വന്ന് ചെയ്യണം. അത് അമേരിക്ക തന്നെ ചെയ്യണം. അതായത് ഞാൻ അമേരിക്കയോ ആരെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത് അമേരിക്കയുടെ എക്സ്പെർട്ടീസ് തന്നെയാണ് അതിൽ വേണ്ടത്. പക്ഷെ അമേരിക്കൻ മറീൻസ് ഫോർദോയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇറാൻ അവരെ നേരിടാൻ സൈന്യം വരിക ചെയ്തെന്നാൽ ഒരു കരയുദ്ധത്തിലേക്ക് മാറും. അത് മാറും. അത് പക്ഷെ അറിയുന്ന വിധത്തിൽ കമാൻഡോകൾ വരില്ലല്ലോ. അമേരിക്ക ഒരു കാഷ്വാലിറ്റി ആൾനാശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കമാൻഡോ ഓപ്പറേഷൻസിലൊക്കെ മിടുക്ക് ഇസ്രയേൽ, അവരുടെ മറീൻസിനും ഇസ്രയേൽ മൊസാദിന് ആ ഓപ്പറേഷൻ അവർക്ക് പരിശീലനം കിട്ടിയിട്ടില്ല. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നതിന് അതിൻ്റെതായ പ്രോസസ് ഉണ്ട്. അതാണ് അത് വിമാനങ്ങളിൽ നിന്നേ സാധ്യവുമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് സാധ്യത കാണുന്നില്ല. പക്ഷെ മറീൻസിന്റെ ഒരു ഓപ്പറേഷന് സാധ്യത ഫോർദോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക പോയി ഇറങ്ങുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഡിക്ലെയർഡ് ആണല്ലോ, പ്രഖ്യാപിതമാണ്. അപ്പോൾ വിയറ്റ്നാമില് ഡനാങ്ങില് എത്തേണ്ടിയിരുന്നതാണ് ഈ വാരാന്ത്യം നിമിസ്. അതാണിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എത്താൻ പോകുന്നത്. അവിടുത്തെ യാത്ര റദ്ദാക്കിയപ്പോൾ പറഞ്ഞു എമർജൻസി ഓപ്പറേഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഹാനോയിലെ അമേരിക്കൻ എംബസി പറഞ്ഞു ഇതാണ് ഇങ്ങനൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇല്ല. ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റയിൽ പറഞ്ഞിട്ടുണ്ട് നിമിറ്റ്സ് പടിഞ്ഞാറേക്കാണ് നീങ്ങുന്നത്.
മിഡിൽ ഈസ്റ്റ് തന്നെ. US പസഫിക് ഫ്ലീറ്റിൻ്റെ സൗത്ത് ചൈന സീയിലെ ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത ശേഷം, അത് ചൈനയ്ക്ക് എതിരെയും ഫിലിപ്പീൻസിന് അനുകൂലവും ഒക്കെ ആയിട്ട്, തായ്വാന് അനുകൂലവും ഒക്കെ ആയിട്ടുള്ള അഭ്യാസങ്ങളാണ്. അതിലാണ് USS നിമിസ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ 32 അമേരിക്കയുടെ എയർഫോഴ്സിന്റെ ഏരിയൽ റീഫ്യൂവലിംഗ് ടാങ്കേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഞാൻ ഈ മറീൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഈ ട്രംപ് പറഞ്ഞല്ലോ ഖമനൈ ഇരിക്കുന്ന ഒളിയിടം അറിയാം, അവിടെ നിന്ന് പൊക്കും, കൊല്ലാം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞതുകൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സദ്ദാം ഹുസൈൻ്റെ വിധി വരും എന്ന് പറഞ്ഞു. അപ്പോൾ മറീൻസിനെ ഇറക്കി ഖമനയെ പിടിച്ചോണ്ട് വന്ന് വിചാരണ ചെയ്ത് തട്ടിക്കളയാനുള്ള സാധ്യതയും ഉണ്ടാവാം. വിചാരണ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കണം. പോയിന്റ് ബ്ലാങ്കിൽ തീർക്കോ? അതായത് അതിൽ എങ്ങനെയാ തീർക്കുന്നതെന്ന് വെച്ചാൽ ലാദനെ തീർത്തതുപോലെ ആയിരിക്കില്ലേ എന്ന് എനിക്കൊരു സംശയം. കാരണം പിന്നെ സ്മാരകം ഉണ്ടാവരുത്, സ്മാരകം ഉണ്ടാകരുത്. ഏതെങ്കിലും മെഡിറ്ററേനിയനിലോ എവിടെയെങ്കിലും കൊണ്ട് മറ്റേ അയാളെ ചെയ്ത പോലെ ചാരമാക്കി കടലിൽ കളഞ്ഞു എന്നാണ് പറയുന്നത് ലാദന്റെ. അതെ, ലാദന്റെ. അത് ഇവിടെയും പല ആളുകളെയും മാപ്പിളക്കാലത്തും ഒക്കെ ഈ വാര്യൻ കുന്നൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പടവും ഇല്ല, പൊടി പോലും ഇല്ല, അങ്ങനെയാണ് ചെയ്തത്. സ്മാരകം ഉണ്ടാകരുത് എന്നുള്ളത് പണ്ടേയുള്ള തീരുമാനമാണ് ഇത്തരം ആളുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ആയിരിക്കും അത്. അമേരിക്കൻ സൈന്യം അപ്പോൾ ഈ ടാങ്കേഴ്സ് അറ്റ്ലാന്റിക് വഴി കിഴക്കോട്ട് പോയി യൂറോപ്പിൽ ആണ് വ്യോമത്താവളങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ നിന്നും ഒക്കെ മറ്റേ ഗൾഫിലെ താവളങ്ങളിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യത്തിന് സംഗതി. ഇത് അമേരിക്കൻ സൈന്യം റീപൊസിഷനിങ് ചെയ്യുന്നു. സേന പല സ്ഥലത്തും, അതായത് ഇന്നടത്തുള്ള സേന മാറി അപ്പുറത്ത് പോ എന്നൊക്കെ പറയുന്ന സേനാവിന്യാസം നടക്കുന്നുണ്ട്. ഗൾഫിൽ തന്നെ ഇപ്പോൾ കുവൈറ്റിലുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വേണ്ട മറ്റിടത്ത് പോ എന്നൊക്കെ പറയുന്നത്, ഹോർമുസിൻ്റെ ഭാഗത്തേക്ക് പോ എന്നൊക്കെ പറയുന്ന റീപൊസിഷനിങ് നടക്കുന്നുണ്ട്. ഈ നിമിസ് വിമാനവാഹിനിയാണ്. 2 വിമാനവാഹിനി ഇപ്പോൾ USS കാൾ വിൻസൺ അറബിക്കടലിലുണ്ട്. പിന്നെ USS ഹാരി ട്രൂമാൻ അവിടെ ഉണ്ടായിരുന്നു. ഹൂത്തികളെ തകർക്കാനായിട്ട് കുറേ നാളായിട്ട് അവിടെ ട്രൂമാനിൽ നിന്നാണ് വിമാനങ്ങൾ പോയിരുന്നത് യമനിലേക്ക്. ഈ ആഴ്ച ഒടുവിൽ നിമിസ് എത്തും. ഈ വർഷം 2ാം തവണയാണ് 2 വിമാനവാഹിനികൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. പസഫിക്കിൽ നിന്ന് ഒരെണ്ണത്തിന് പിൻവലിച്ചു. ചൈനയ്ക്കെതിരെയും ചില ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് അധികം മാറി നിൽക്കാൻ പറ്റില്ല. പിന്നെ മെഡിറ്ററേനിയനിൽ നിന്ന് 2 ഡിസ്ട്രോയേഴ്സ് യുദ്ധക്കപ്പലുകൾ അത് ഇസ്രയേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേലിലേക്ക്. അപ്പോൾ ഇസ്രയേലിലെ ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. വലിയൊരു പദ്ധതി റെഡിയാണെന്ന് തോന്നുന്നു. അവിടെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഈ അസറ്റ്സ് എന്ന് പറയുന്നത് മറ്റേ ആയുധങ്ങളാവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും ഒക്കെ ആകാം, അത് സംരക്ഷിക്കാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അത് യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് താല്പര്യ സംരക്ഷണം തന്നെയാണ്. ഡിപ്ലോമസിയിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇസ്രയേലില് US താവളങ്ങൾ, അമേരിക്കൻ താവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പല പാട്രിയറ്റ് സിസ്റ്റംസ് വിമാനവേദ മിസൈൽ സംവിധാനങ്ങൾ ഇസ്രയേലിലെത്തി. 2 എണ്ണം ഇൻഡോ പസഫിക്കിൽ നിന്നെത്തി. ഒക്ടോബറിൽ താഡ് എത്തി. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 100 ഭടന്മാരും എത്തി. എയർഫോഴ്സിന്റെ ഡസൻ കണക്കിന് ടാങ്കറുകൾ വന്നു എന്ന് പറഞ്ഞല്ലോ. 32 എണ്ണം. 32. അത് KC-135R, KC-46A ഈ വിഭാഗങ്ങളിൽ പെട്ടതാണ് ടാങ്കറുകൾ. അറ്റ്ലാന്റിക് വഴി കിഴക്കോട്ട് പോയി യൂറോപ്പിൽ എത്തി നിൽക്കുന്നത്. നിമിറ്റ്സിൽ 4 ആർലി ബർക്ക് ഡിസ്ട്രോയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിമിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു വിമാനവാഹിനി മാത്രമല്ലല്ലോ വരുന്നത്, അതിൻ്റെ കൂടെ ഡിസ്ട്രോയേഴ്സും അന്തർവാഹിനികളും ഒക്കെ ഈ അകമ്പടി അതിനുണ്ടാവും. നമ്മുടെ വിമാനവാഹിനി മറ്റേ പോകുമ്പോഴും അതിൻ്റെ കൂട്ടത്തിലും ഒക്കെ ഇതുണ്ടാവും. അപ്പോൾ നിമിറ്റ്സിൽ 4 ആർലി ബർക്ക് ഡിസ്ട്രോയേഴ്സ്, അതിൻ്റെ കൂട്ടത്തിൽ
ഒരു അറ്റാക്ക് അന്തർവാഹിനി ആ കൂട്ടത്തിലുണ്ട്. നിമിറ്റ്സിൻ്റെ എയർ വിങ് എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റർ ഡ്രോൺസ് അതിലുണ്ട്, ക്രൂസ് മിസൈലുകളുണ്ട്. വിമാനവാഹിനിയിൽ F-35 വിമാനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ കാൾ വിൻസൺ മറ്റേ വിമാനവാഹിനിയിൽ F-35C ഉണ്ട് അതിൻ്റെ അകത്ത്. ഡിസ്ട്രോയേഴ്സും ക്രൂയിസേഴ്സും മിസൈലുകൾ തടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള നേരത്തെ പറഞ്ഞത്. ഈ USS തോമസ് ഹഡ്നർ ആ ഡിസ്ട്രോയർ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ മിസൈലുകളുണ്ട്. പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വാരാന്ത്യമാവുമ്പോൾ ആ വരച്ചു വച്ചിട്ടുണ്ടാവുമല്ലോ, പിന്നെ അത് ഇന്ന സ്ഥലത്ത് എന്നൊക്കെ ഉള്ളത്, അത് റെഡിയായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കാരണം അവർ കീഴടങ്ങിയാൽ ഇത് നടക്കില്ല, ഇതെല്ലാം തിരിച്ചു പോയിക്കൊള്ളും. കാരണം അവിടെ കീഴടങ്ങില്ല. ഖമനയെ നമ്മളങ്ങനെ കുറച്ച് കാണണ്ട. അദ്ദേഹം മറ്റേ ഒരു ജിഹാദിലെ ഒരു ശുഹദാവ് അല്ലേ എന്ന നിലയ്ക്ക് അദ്ദേഹം അവസാനിക്കും. കാരണം അങ്ങനെ നമുക്ക് തൃത്താല പൂരത്തിന് എഴുന്നള്ളിക്കണ്ടാണ് കൊണ്ടോട്ടി, കൊണ്ടോട്ടി എവിടെയാ മറ്റേ ഹനയ്യയുടെ ഒക്കെ കൊണ്ടുനടന്ന ഉറൂസ് പെരുന്നാളിന് അടുത്ത പ്രാവശ്യം അതിന് വരും. മറ്റേത് അതിന് കൊണ്ടുവരുന്നില്ല. അല്ല ഇത് ഷിയായ അമ്പലങ്ങളിലെ അതിന് വരില്ല, കാരണം അത് കാഫറുകൾ. തൃത്താലയല്ല ഞാൻ പറഞ്ഞ ഇവിടുന്ന് ഈ ഹനയ്യയുടെ ഒക്കെ നാൾ കാണിച്ചല്ലോ, ആ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന ഇല്ല, അതും വരത്തില്ല. കാരണം ഇത് ഷിയയാണ്. ഇത് ഷിയയാണ്. മുമ്പ് പക്ഷെ മാപ്പിളകളയിൽ മറ്റേ കൊണ്ടോട്ടി തങ്ങൾ അദ്ദേഹം ഷിയായിരുന്നു. ബ്രിട്ടീഷ് സേനയുടെ കൂട്ടത്തിലൊക്കെ ആയിരുന്നു. അതിൽ സഹായിച്ചു, ബ്രിട്ടന്റെ കൂടെ നിന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.